ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ട്രിപ്പിൾ സ്കാമിങ് ഗൈസ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ബാക്ക് ടു ബാക്ക് നമ്മളിപ്പോൾ പുതിയതായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ കാണാത്തവരായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇരുന്ന് കണ്ടോളൂ, ഇതാണ് എൻ്റെ പുതിയ ഗൈസ്. അങ്ങനെ ഇപ്പോൾ നമ്മളാണെങ്കിൽ ഒരു പ്രൈവറ്റ് ജെറ്റ് മേടിച്ചിട്ടുണ്ട്. സോ ജെറ്റ് മേടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഫണ്ട് നമ്മൾ ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല. ഏകദേശം നമുക്ക് 599 crore 599 crore റുപ്പീസാണ് ആയിട്ടുള്ളത്, ഇന്ത്യൻ റുപ്പീസ്. സോ നമുക്ക് അത് ഒരു ഷോ ഇട്ട് പറയാൻ വേണ്ടി നമ്മൾ 600 crore എന്ന് പറയും, ഏകദേശം 600 കോടി. 600 കോടി എന്ന് പറയുമ്പോൾ 6000 ലക്ഷമാണെന്ന് തോന്നുന്നു. അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടെ സുഖം. ഓ ബൈ, പോലീസ് സ്റ്റേഷൻ്റെ മുതൽ ചെന്നിടിച്ചല്ലോടാ. എന്തായാലും ഇപ്പോൾ നമുക്ക് പോലീസുകാർ പണ്ടത്തെ പോലെ നമുക്കിട്ട് സീനില്ല, നമ്മളൊക്കെ അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ വണ്ടി ഡോർ അടിച്ച് പൊളിഞ്ഞു പോയിട്ടുണ്ട്. 600 കോടിയുടെ സാധനത്തിന് മുമ്പിലാണ് വെറും 1000 രൂപയുടെ ഡോറ്. ഇതൊക്കെ ആര് നോക്കാൻ. നമ്മളെന്തായാലും ഓ ബൈ, വണ്ടിക്ക് ബ്രേക്കില്ല. ഓക്കെ, നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യത്തില്ല മച്ചാന്മാരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമ്മുടെ ചാനൽ ഇത്രയും കാലം ഉറങ്ങിക്കിടക്കുമായിരുന്നു. നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് വർഷങ്ങളായി, ഇല്ല മാസങ്ങളായി. എന്തായാലും ഇനി മുതൽ നമ്മൾ ബാക്ക് ടു ബാക്ക് അവർ പ്രൈം ടൈം. സോ നമ്മൾ കുറേ കാലം മുമ്പൊക്കെ വീഡിയോ എന്നും ഇട്ടുകൊണ്ടിരുന്ന, അത്യാവശ്യം റീച്ചൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അതില്ല. ഓ ബൈ, നമ്മളൊരു ചേച്ചീനെ ഇടിച്ചിട്ടുണ്ട്. പക്ഷേ ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഒരു ചേച്ചി ചത്തുപോയാൽ എന്താണ് ഗീസ്, നമ്മൾ 600 കോടിയുടെ പ്രൈവറ്റ് ജെറ്റ് മേടിച്ചുള്ളേ. സോ എന്തായാലും നമുക്ക് വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങി ഇതാണ് ബാങ്ക്. നമുക്ക് ബാങ്കിൽ കയറി ചെന്നിട്ട് എന്താണ് സംഭവം, എന്താണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് വരാം. അത് നമുക്ക് ഭാവിയിലേക്കൊരു ഗുണമായിരിക്കാം. പക്ഷെ ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി ചെല്ലുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ജെറ്റിന് പൈസ കൊടുക്കാൻ വേണ്ടി 600 കോടി അത്ര സിമ്പിൾ പൈസ ഒന്നുമില്ല ഗെയ്സ്. അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ജെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. മഞ്ഞ കളർ പ്രൈവറ്റ് ജെറ്റ്. നമുക്ക് അവന് പെയിൻ്റ് അടിക്കണം. ഇപ്പോൾ മഞ്ഞയാണ്, നമുക്ക് പെയിൻ്റ് അടിക്കണം. ഓ ബൈ, സ്ട്രീറ്റ് ലൈറ്റ് പൊട്ടി. സ്ട്രീറ്റ് ലൈറ്റ് അടിച്ചു വേടാ. ഓ എന്തോ പറയുമെന്നാണ് ഗീസ് മറന്നു. സോ എന്തായാലും നമുക്ക് എന്തായാലും ഇപ്പം ഇങ്ങോട്ട് പോകാം. ഇങ്ങോട്ട് നമ്മുടെ എയർപോർട്ടിലോട്ട് പോകാം. എയർപോർട്ട് എവിടെയാടാ? അയ്യോ എവിടെയായിരുന്നു എയർപോർട്ട്? എന്ത് ചെയ്യേ? അതിനു വേണ്ടി നമുക്ക് ലക്കിയാണൻ്റെ അടുത്ത് വരുന്നു പോകണമെങ്കിൽ. ലക്കിയാണനോടൊന്ന് ഒരു കാര്യം പറയണം. നമുക്ക് ലക്കിയാണനോടൊരു കാര്യം പറഞ്ഞിട്ട് വേണം ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. സോ ലക്കിയാണൻ്റെ അടുത്തോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്കിയാൻ്റെ വീട്ടിൽ പോകണം. ലക്കിയാണൻ ഇപ്പോൾ ചിലപ്പോൾ പെട്രോൾ പമ്പിലായിരിക്കും കാണുക, വീട്ടിൽ കാണത്തില്ല. എന്തായാലും നമുക്ക് പെട്രോൾ പമ്പിൽ ചെന്ന് നോക്കാം ഗീസ്. ഓക്കെ, എന്തായാലും നമ്മൾ പെട്രോൾ പമ്പിലോട്ടാണ് പോകുന്നത്. കുറച്ച് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ പെട്രോൾ പമ്പ് എത്താറായിട്ടുണ്ട്. പെട്രോൾ പമ്പ് എന്തായാലും ഇപ്പം തന്നെ എത്തും. ഓക്കെ ഗീസ്, പെട്രോൾ പമ്പ് എത്തി. പക്ഷേ ലക്കിയാണൻ്റെ വണ്ടി കാണാനില്ലല്ലോ. ഓ ബൈ, ലക്കിയാണൻ ഇവിടെ ഇല്ല ഗീസ്. ഓ എന്തെങ്കിലും വന്നാലേ നമുക്ക് പെട്രോൾ അടിച്ചിട്ടോ. പെട്രോൾ അടിക്കാൻ ആരും കാണുന്നില്ലല്ലോ. ആരും ഇല്ല, നമുക്ക് പോവാം. വെറുതെ വന്ന് ഗീസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പെട്രോൾ വെറുതെ തീർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സോ നമ്മുടെ പഴയ വീട് കണ്ടില്ലേ ഗീസ്, എന്ത് ലുക്കാണ് ചെക്കനെ കാണാൻ. പക്ഷെ നമ്മൾ പുതിയ വീട്ടിലായ കാരണം ഇവന് ഇത്ര ലുക്ക് ഉള്ളൂ. നമ്മൾ പണ്ടത്തെ വീടാണ് ഗീസ്. നമ്മൾ പണ്ട് കാണിച്ചുകൊണ്ടിരുന്ന എല്ലാ തല്ലുകളും ഇത്ര ഈ വീട്ടിൽ വെച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇപ്പം എന്തായാലും പുതിയ വീട്ടിലോട്ട് വന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഇതിന് മുമ്പ് എൻ്റെ മോനെ ബാക്ക് ഇടിക്കരുത്, ഇടിച്ച് ഗീസ്. എന്തായാലും നമ്മുടെ പ്രൈവറ്റ് ജെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മുടെ എയർപോർട്ട് അതെന്താ തെറിച്ചോ? എന്തൊരു എൻ്റെ വണ്ടിയുടെ ആണെന്ന് തോന്നുന്നില്ലല്ലോ. വണ്ടിക്കകത്ത് എന്തൊരു സാധനം തെറിച്ചടിച്ചിങ്ങ് പോണേണ്ടല്ലോ. ഓ ബൈ, ഓ മാൻ, എന്താണ് ബൈ ഇങ്ങനെ? ഓ ബൈ, എൻ്റെ ഭാഷ മാറിപ്പോയി. സോ നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. എയർപോർട്ട് എത്തി. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി എന്ത് അതേ കിടക്കണം മഞ്ഞ. ഓ ബ്രേക്ക് ഇട്. ഓക്കെ, ബ്രേക്ക് ഇട്ടു. എന്തായാലും മഞ്ഞ വണ്ടിയാണ്. മഞ്ഞ വണ്ടി നമ്മളിന്ന് അവനെ അടിച്ചറക്കും ഗീസ്. നമ്മളിന്ന് മഞ്ഞ വണ്ടീനെ അടിച്ചറക്കും. നമുക്കിവനെ ഓടിച്ചുകൊണ്ട് നടക്കാം ഗീസ്, ഓടിച്ചുകൊണ്ട് നടക്കാം. എന്തായാലും നമ്മൾ വണ്ടി എടുത്ത് കുറേ നേരമായി പറത്താൻ തുടങ്ങിയിട്ട്. എന്തായാലും ഇപ്പം നമ്മൾ പറത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. പറത്തി നമ്മൾ പറത്തും ഗീസ്. ഇനിയിപ്പോൾ ഇവനെ ഇടുന്ന് പൊക്കണല്ലോടേ. അവനെ പൊക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പ്രൊഫഷണൽ ഡ്രൈവർ കാണിച്ചു തരാം എങ്ങനെ വണ്ടി പൊക്കണമെന്ന്. നമ്മൾ ഇവിടെ ഇങ്ങനെ നെക്കി പിടിച്ചിട്ട് ബാക്ക് അടിച്ചു. ഇവിടെ ഇങ്ങനെ നെക്കി പിടിച്ചതിന് ശേഷം താനെ പൊക്കിക്കോളും, നമ്മളൊന്നും ചെയ്യണ്ട. ഓക്കെ, നമ്മുടെ എന്തായാലും വണ്ടി പൊക്കി ഗായ്സ്. നമ്മുടെ പ്രൈവറ്റ് ജെറ്റ് നമ്മൾ തന്നെ പൊക്കിയിട്ടുണ്ട് ഗായ്സ്. എന്തായാലും നമുക്കിനി കുറച്ച് ദൂരം യാത്ര ചെയ്യണം. താഴെ ഇടിക്കരുത്. പോണേ. എടാ മോനെ, താഴോട്ട് പോയി വാലടിക്കും. എടാ മോനെ, വണ്ടി അടിച്ചു കുത്തി വീണയുടെ കത്ത് പിടിച്ചു. എൻ്റെ 600 കോടിയുടെ പ്രൈവറ്റ് ജെറ്റിന് കത്ത് പിടിച്ചേ. അയ്യോ, ഇന്നത്തെ എങ്ങനെ ഇറങ്ങും അല്ലേ എടയോ? ഓ ബൈ വേസ്റ്റഡ് ആയടാ. സോ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് എടുത്തിട്ട് ഗുഡ് ബൈ.